അല്ല, ആ ശിക്ഷ ഞാൻ നേരിട്ട് പറയാണ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറയാണ്. ഹൗസിനുള്ളിലുള്ളവർ തന്നെ രതീഷിനെ രാജാവായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. രതീഷ് വളരെ ഹാപ്പിയായി, വളരെ സന്തോഷത്തോടു കൂടി വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തു പോയിരുന്നു. രതീഷിന്റെ ഒക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ അവിടെ കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടു കേട്ടോ, നമ്മുടെ റോക്കി. അപ്പൊ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് റോക്കി ചോദിച്ചു, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? അയാൾ ഇത്രയും ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്തിരിക്കുന്നു? അയാൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അയാൾക്ക് എന്തിനാണ് ഇങ്ങനെ സ്പേസ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കി അവിടെ ഭയങ്കര സീനാക്കി. ആ മീറ്റിംഗിൽ നിന്ന് റോക്കി എഴുന്നേറ്റ് പോകുന്ന ഒരു സീൻ ഉണ്ടായി. എന്തായാലും ഞാൻ മനസ്സിലാക്കിയത് അവിടെ റോക്കിയുടെ അത്രയ്ക്ക് ബുദ്ധിക്ക് വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ റോക്കിക്ക് അവിടെ സംസാരിച്ച് അത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ വോയിസ് കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് സ്വല്പം കുറവാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് റോക്കി മുൻപന്തിയിലേക്ക് വരാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഇപ്പം എനിക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രതീഷ് കഴിഞ്ഞപ്പോൾ റോക്കി ആണെന്ന് പറയേണ്ടി വരും. സാമാന്യ ബുദ്ധിയോട് കൂടി ചിന്തിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് അവിടെ റോക്കി ആയിരുന്നു. റോക്കി ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സിജോയ്ക്ക് ബോധം ഉദിച്ചതായിട്ട് ഞാൻ കണ്ടത്. അല്ലാതെ തുടക്കം തന്നെ സിജോയ്ക്ക് ബോധം ഉദിച്ചിരുന്നില്ല. അവിടെ റോക്കിയാണ് ഫസ്റ്റ് ഇതിനെ എതിർക്കുകയും അവിടെ ഒരു സീൻ ഉണ്ടാക്കുകയും ചെയ്തത് റോക്കി മാത്രമായിരുന്നു. പിന്നീട് ബോധം വന്ന് സിജോ അവിടെ കിടന്ന് യമുനയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു, യമുനയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത്തിരിയെങ്കിലും ബുദ്ധി പ്രവർത്തിച്ചത്, ഫസ്റ്റ് ബുദ്ധി പ്രവർത്തിച്ചിട്ടുള്ളത് റോക്കിയുടെ മാത്രമാണ്. എന്തായാലും ഇത്രയും മണ്ടന്മാരായ മത്സരാർത്ഥികൾ മുൻ സീസണിൽ ഒന്നും കാണത്തില്ല. എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളും ചേർന്ന് തന്നെ രതീഷിനെ രാജാവാക്കി വെച്ചിരിക്കുകയാണ്.